മിസ്സിസ് നന്ദാനിൽ മുത്തശ്ശി കഥയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നാരായണ നാരായണ നാരായണ. മുത്തശ്ശി, എങ്ങനെയുണ്ട് എന്റെ പുതിയ കുപ്പായം? ഹായ്, അസലായിട്ടുണ്ട് ഓണക്കോടി. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഈ ഓണത്തിന്റെ കഥ? എങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? പിന്നെന്താ, പണ്ട് പണ്ട് മഹാബലി എന്നൊരു ധർമ്മിഷ്ഠനായ അസുര രാജാവുണ്ടായിരുന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സുവർണ നാളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. പ്രജകളുടെ ഈ സന്തോഷത്തിൽ ദേവന്മാർക്ക് അസൂയ തോന്നി. മഹാബലിയെ നാടുകടത്താൻ അവർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. എന്നിട്ടെന്താ, മനസ്സില്ലാ മനസ്സോടെ ഭഗവാൻ അതിന് വഴങ്ങി. അങ്ങനെ ഒരു നാൾ മഹാബലി അശ്വമേധയാഗം കഴിഞ്ഞ് മഹാറാണി വിന്ധ്യാവലിയുമൊത്തിരിക്കവേ ഭഗവാൻ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ വന്ന് മഹാരാജാവിനോട് 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. വിഷ്ണുഭക്തനായ രാജാവ് അതിന് സമ്മതിച്ചു. വാമനൻ പെട്ടെന്ന് ആകാശം മുട്ടെ അങ്ങ് വളർന്നു. എന്നിട്ട് ആദ്യത്തെ ചുവടുകൊണ്ട് ഭൂമിയും രണ്ടാമത്തെ ചുവടുകൊണ്ട് ആകാശവും അളന്നെടുത്തു. അപ്പൊ മൂന്നാമത്തെ ചുവട് എവിടെ വെക്കും? മൂന്നാമത്തെ ചുവട് എവിടെ വെക്കുമെന്ന് ഭഗവാൻ മഹാബലിയോട് ചോദിച്ചു. സത്യസന്ധനായ മഹാബലി സ്വന്തം വാക്ക് പാലിക്കുവാൻ വേണ്ടി തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു. മഹാബലിയെ പാതാളത്തിലേക്ക് മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തി. വിട പറയുന്നതിന് മുൻപ് രാജാവിന്റെ ആഗ്രഹപ്രകാരം താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്ന് കാണുന്നതിനുള്ള വരം ഭഗവാൻ കൊടുത്തു. കഥ മനസ്സിലായോ മക്കളെ? അങ്ങനെ മാവേലി മന്നനെ ആണ്ടിലൊരിക്കൽ നമ്മൾ കേരളീയർ വരവേൽക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാം പൊന്നോണം.